യു എയിലെ കുട്ടികൾ MBBSന് ഭയങ്കര ഫീസ് കൊടുക്കണമെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. ഇതാണ് ഫാത്തിമത്താന അബുദാബി ജെംസ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് 12th കംപ്ലീറ്റ് ചെയ്തത്. നീറ്റിൻ്റെ കോച്ചിങ് എടുത്തത് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ. ഇന്ന് MBBS പഠിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പുതുക്കോട്ടെ തമിഴ്നാട് നിന്നാണ്. ഫാത്തിമത്താനയുടെ ഫീസ് എത്രയാണെന്നറിയാം? ഒരു വർഷത്തെ MBBSൻ്റെ ഫീസ് വെറും 18,000 രൂപയാണ് വരുന്നത്. സാധാരണ NRIs 20 ലക്ഷം 30 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ ഫീസ് കൊടുക്കണമെന്നാണ് പറയാറുള്ളത്. അത് കറക്റ്റാണ്. ഫാത്തിമത്താനയ്ക്ക് എങ്ങനെയാണ് 18,000 രൂപയ്ക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയത്? അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നീറ്റിൻ്റെ സ്കോർ നോക്കിയേ, 677 720 ഫാത്തിമത്താന സെക്യൂർ ചെയ്തത്. ഈ കാണുന്ന കുട്ടികളെല്ലാം UAE നിന്നുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിയും ഈ വരുന്ന മെയ് 3-ാം തീയതി നീറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കും നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടും. ഇനി നിങ്ങളുടെ കുട്ടി 11th പഠിക്കുന്നതെങ്കിൽ 12th പഠിക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ നീറ്റിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം സ്കോർ സെക്യൂർ ചെയ്യാൻ പറ്റും. ഫാത്തിമത്താനയും ഈ കുട്ടികളൊക്കെ 1-2 വർഷം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ നിന്നാണ് ഈ കുട്ടികൾ നീറ്റിൻ്റെ കോച്ചിങ് എടുത്തത്. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷന് 4 ബ്രാഞ്ചാണ് UAEയിലുള്ളത്. അൽക്കറാമ, അൽനഹദ ഇൻ ദുബായ്, ഹംദാൻ ആൻഡ് മുസഫ ഇൻ അബുദാബി. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ മോക്ക് ക്ലാസ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഡെമോ ക്ലാസ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ആൻഡ് ഈ കുട്ടികളെ പോലെ നിങ്ങളുടെ കുട്ടിക്കും ഇൻഷാ അല്ലാഹ് നല്ലൊരു അഡ്മിഷനും നല്ല സീറ്റും കിട്ടും. പക്ഷേ പ്രോപ്പർ കോച്ചിങ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. സ്റ്റുഡൻസ് നല്ല രീതിയിൽ പഠിച്ച് ഇതുപോലെ അവരും ഒരു സീറ്റ് സെക്യൂർ ചെയ്യും ഇൻഷാ അല്ലാഹ്.